ഇവരെവിടെ പോയതാണെന്നും എന്താ സംഭവിച്ചെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എല്ലാരും വന്ന് വണ്ടി കയറാൻ. വാ, നമുക്ക് വണ്ടി കയറാം. വേണ്ട, നിങ്ങൾ ഇതിൽ കയറണ്ട. എടാ, അത് ഒരക്ഷരം നീ മിണ്ടരുത്. നീ ഇവനെ കൊണ്ട് ഓടിപ്പോയപ്പോ ഞങ്ങൾക്കുണ്ടായ ചങ്കടിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചില്ല. രാവും പകലും ഊണിലും ഉറക്കത്തിലും നിന്റെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്നവരല്ലേ ഞങ്ങള്. കിരണേ, നിങ്ങൾ ഓടിപ്പോയപ്പോ ഞങ്ങൾക്ക് തന്ന വേദന എന്താണെന്ന് പോലും നിങ്ങൾ ഓർത്തില്ല. 2 ദിവസമായിട്ട് പോലീസിന്റെ പിടിയിൽപ്പെടാതെ നീ ഇവനെ കൊണ്ട് നടക്കില്ലായിരുന്നോ? ഇനിയും അങ്ങനെ നടക്കാൻ നിനക്ക് കഴിയും. കിരണേ, നീ പറയുന്നൊന്ന് കേക്ക്. നോ, ഒന്നും കേക്കണ്ട. കിരണേ, അവള് പറയുന്നത് കേട്ടിട്ട് നീ പറയ. ആരും ഇക്കാര്യത്തിൽ എന്നെ തിരുത്താനൊന്നും വരണ്ട. എന്റെ നിലപാടിൽ പ്രശ്നമുള്ളവർക്കെ ഇവിടെ ഇറങ്ങാം. ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ തനിച്ച് സഞ്ചരിക്കും. കിരണേ, അവരെ കേറ്റാതെ പോയാ? കേറ്റത് പോയാലെന്താ? ആകാശം ഇടിഞ്ഞു വീഴോ? ഹോസ്റ്റലിൽ നിന്ന് നിങ്ങൾ തനിച്ചല്ലേ പോയത്? തിരികെ ഹോസ്റ്റലിലേക്കും തനിയെ വന്നാ മതി. കിരണേ, ഞങ്ങളെ പെരുവഴിയിലാക്കിട്ട് നീ പോരുത് പ്ലീസ്. ഇപ്പൊ ഞങ്ങളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തനിയെ വരില്ലായിരുന്നോ? കിരൺ, കിരണേ, അവരെയും കൂടി കേറ്റാം. അവരെ ഇവിടെ തനിച്ചു നിർത്തിയിട്ട് പോകുന്നത് അപകടമാ. കിരൺ, കിരൺ. അല്ല, കിരൺ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇനി ഹോസ്റ്റലിലേക്ക് ചെന്നാ എന്നെ നിങ്ങൾക്കൊപ്പം താമസിപ്പിക്കൂ? നമ്മളെ കിരൺ ഒഴിവാക്കി പോയത് ഞാൻ ഇനി ഹോസ്റ്റലിലേക്ക് വരാതിരിക്കാനല്ലേ? എടാ, കിരണിനെ കുറിച്ച് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവളെ ഞാൻ അറിയുന്ന പോലെ നിനക്കറിയില്ല. അവര് നമ്മളെ ഒഴിവാക്കി പോയിന്ന് കരുതി എനിക്കവരെ ഒഴിവാക്കാനാവില്ല. അത് നമ്മൾ തമ്മിലുള്ള ഹൃദയബന്ധം. നീ വാ. നീ എന്താ ഇതെന്ത് ഭാവിച്ചാ? എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അനു വണ്ടിയിൽ കയറുന്ന പറഞ്ഞത് ശരിയായില്ല. നിനക്കത് ശരിയായിട്ട് തോന്നിയില്ലെങ്കിലേ അങ്ങനെ തന്നെ കരുതിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. അനുവിനെ നീ വിഷമിപ്പിച്ചു. അവക്ക് വിഷമം ഉണ്ടെങ്കിലേ നീ പോയി ഷെയർ ചെയ്യടി. എന്നെ അതിന് കിട്ടത്തൊന്നുമില്ല. നീ അനുവിനെ ഒഴിവാക്കാണോ? ചില സമയത്ത് ചിലരെ ഒഴിവാക്കുന്നതുകൊണ്ടേ മനസമാധാനം കിട്ടും. കിരൺ, 5 സുന്ദരികൾ തമ്മിൽ പിരിഞ്ഞോടി. അനന്യയും കിരണും തമ്മില് അടിയായെന്ന് തോന്നുന്നു. അനന്യയെ ഒഴിവാക്കുന്ന കാര്യം കിരൺ പറയുന്നത്. എനിക്ക് അനുവിനെ പറ്റി ഒന്നും കേൾക്കണ്ട. അവക്ക് വേണ്ടി നിങ്ങൾ ആരും എന്നോട് സംസാരിക്കാൻ വരരുത്. കിരണേ, കിരൺ, അനുവിനെ പറ്റി നീ ഇങ്ങനെ പറയരുത്. അവക്ക് എന്തെങ്കിലും തെറ്റുപറ്റെങ്കിൽ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? നോ, എന്നെ അതിന് കിട്ടില്ല. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ആയിക്കോ. എന്റെ നിലപാട് ഇതാണ്. എന്നോട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എന്നെ അങ്ങ് ഒഴിവാക്കിക്കോ. കിരണേ, നീ പലതും മറന്നാ സംസാരിക്കുന്നേ. അവളാണ് എല്ലാം മറന്നത്, ഞാനല്ല. അനുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല.
എടി നമ്മുടെ അനു മതി നിർത്ത. എന്നോട് അനുവിന്റെ കാര്യം പറഞ്ഞു വരരുത്. എനിക്കത് കേക്കണ്ട. കിരണ് ഏയ് വാ. അഞ്ച് സുന്ദരികൾ സ്പ്ലിറ്റ് ആയടി. അവര് തമ്മിൽ എന്തോ പ്രശ്നത്തിന് ഉടക്കായിട്ടുണ്ട്. അതിഭീകരമായ എന്തോ ഉടക്കാണ്. 5 പേരും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നല്ലോ. ഒരാളെ തൊട്ട ബാക്കി 4 പേരും ചാടി വീഴും. ഇപ്പതേ ഒരുത്തിയെ പുറത്താക്കി. യെസ്, അനന്യ ഭാസ്കർ. അവൾ 5 സുന്ദരികളിൽ നിന്ന് ക്ലീൻ ബൗൾഡായി. അടിച്ച് പിരിഞ്ഞെന്ന് പറയുന്നതാവും ശരി. ഇതാണെടി നമുക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസ്. അനന്യ ഇപ്പൊ ഒറ്റയ്ക്കായി. അവളെ നമ്മളിനി എന്ത് ചെയ്താലും അവളുടെ ഫ്രണ്ട്സ് ചോദിക്കാൻ വരില്ല. അനന്യെ നമുക്കിനി വേണ്ടതുപോലെ ഒന്ന് കാണണം.